അങ്ങനെ വെക്കേഷൻ തുടങ്ങി പറയണതാണ് ലുലു മാളിൽ പോയിട്ട് ഗെയിം കളിക്കണം എന്നുള്ളത്. പക്ഷേ ഇടയ്ക്ക് വരാറുണ്ടെങ്കിലും വെക്കേഷൻ സമയത്ത് വരിക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കതൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അപ്പോൾ നമുക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ മഴ കാരണം സ്കൂൾ അവധിയായൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് അച്ചമ്മയും അച്ചച്ചന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിതാ ലുലുവിൽ വന്നിരിക്കുകയാണ്. വേഗം ഫുഡൊക്കെ കഴിച്ച് ആദ്യം പോയത് അവരുടെ ഗെയിം സ്റ്റേഷനിലേക്കാണ്. ഇവിടെ വന്നാൽ പിന്നെ എവിടേക്ക് പോകണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. അങ്ങനെ നമ്മൾ കാർഡൊക്കെ എടുത്തു, ചാർജൊക്കെ ചെയ്തു. ആദം വെറുതെ കയറിയിരിക്കണതാണ്. അവൻ ആകെ ഒരു ഗെയിമിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. പക്ഷേ ചേട്ടന്മാർ രണ്ടുപേരും നല്ല കളിയിലായിരുന്നു. പിന്നെ ഈ ഒരു കാർഡ് എടുത്ത് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ വലിയ വർത്തായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മിക്ക ഗെയിംസും കംപ്ലൈൻ്റ് ആണ്. പിന്നെ ചിലതൊക്കെ നമ്മൾ സ്വൈപ്പ് ചെയ്താൽ പൈസ പോകുന്നുണ്ടായിരുന്നു, പക്ഷേ കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മളവിടെ പറഞ്ഞപ്പോൾ അതവർ ശരിയാക്കി തന്നു. പിന്നെ ഗെയിമിൻ്റെ ഡ്യൂറേഷനും കുറവാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല എന്ന് തോന്നുന്നു. എന്നാലും കുട്ടികളുടെ ഒരു സന്തോഷം. പിന്നെ മിനിസോ പോലത്തെ ഒരു ഷോപ്പാണ്. കുറേ ഐറ്റംസ് ഉണ്ട് നമ്മൾ ക്യൂട്ടായിട്ടുള്ളത്. ഗേൾസിനൊക്കെ പറ്റിയതാണ് കൂടുതലും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവന്മാരിവിടെ നിന്ന് ഓരോ സാധനങ്ങൾ വലിച്ചെടുക്കണോണ്ട് എന്തെങ്കിലും പൊട്ടിക്കോ എന്നുള്ള പേടിയുണ്ട്. എനിക്കൊന്നും നോക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി നല്ലൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം മാക്ഡിയിൽ വന്നിട്ട് സോഫ്റ്റിയും കൂടെ വാങ്ങിച്ചു. കുഴപ്പമുണ്ടായിരുന്നില്ല. ഭയങ്കര ഓവർ മധുരമൊന്നുമല്ല, നല്ലതായിരുന്നു. ഒരു സോഫ്റ്റിക്ക് വരുന്നത് 35 രൂപയാണ്. അതിന് വേർത്താണ്. അങ്ങനെ ഇവിടെ ഇരുന്ന് സമാധാനമായിട്ട് അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അറിയാം പുറത്ത് എത്ര മണിയായെന്നോ എന്താണ് നടക്കണതോ, മഴയാണോ വെയിലാണോ ഒന്നും അറിയില്ല. ഇപ്പോൾ സമയം രാത്രി 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിലാണ് ഈ കുറേ മീനുകളും അതുപോലെ ആനിമൽസും ബേർഡ്സും അതൊക്കെ കണ്ട് നമ്മൾ